നീ ഏതാ കുട്ടി? വാട്ട്? ഹു ആർ യു? അതിഥി. അതിഥിയാണെന്ന് മനസ്സിലായി, പക്ഷെ ആരുടെ അതിഥി? ക്യാ? ഹിന്ദിക്കാരി. അത് ദാസൻകുട്ടന്റെ ഫ്രണ്ടാ. ക്യാപ്റ്റൻ വിളിക്കുന്നെങ്കിൽ പോരാ. എന്താ നിന്റെ ഫ്രണ്ടാണ് ചോദിച്ചു കേട്ടില്ല. നിന്റെ ഫ്രണ്ടാണോന്ന്? ബാലേട്ടന്റെ ഫ്രണ്ടാ. ബാലേട്ടന്റെ ഫ്രണ്ടിനെ പറ്റി അച്ഛൻ ചോദിക്കുന്നു. എന്തേ നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് വൈകി പോയേ? എന്റെ ഫ്രണ്ടാ. നിന്റെ ഫ്രണ്ടോ? നിനക്ക് എവിടുന്നാണ് വടക്കേ നീ കൂട്ടുകാരി? നീ എന്താണ് കേരളം വിട്ടു പോയത്? വാട്സാപ്പിൽ നിന്റെ ഫ്രണ്ട് നിന്നടാ ഇവിടെ വന്ന് താമസിക്കുന്നത്. നിന്റെ വീട്ടിൽ താമസിക്കാൻ സ്ഥലം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫ്രൈ പെയിന്റ് കറണ്ട് ഉണ്ടെങ്കിലല്ലേ അടിക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടി പിന്നെ തലശ്ശേരി അവിടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നോ? അപ്പൊ ആ ഫ്രണ്ടിന്റെ ഫാമിലി ആയിട്ട് ദുബായിൽ വേറെ ഫ്രണ്ടിനെ കാണാൻ പോയ ട്രെയിൻ മിസ് ആയിരുന്നു. ഇവിടെ വന്ന് മാമന്റെ മാമനോട് 2 ദിവസം എൻജോയ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാം. സുന്ദരിയല്ലേ? സ്റ്റേ ഒക്കെ കൊള്ളാം. ഇമാതിരി ബുക്കാണതെങ്കിൽ വെച്ച് വിളമ്പാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. ദേ രാവിലെ ടീച്ചറിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ച ദോശ ചമ്മന്തിയാ ഇവളെടുത്ത് ബോക്കുന്നത്. അപ്പൊ ദോശയില്ലേ? ദോശ തീർന്നു, കുറച്ച് ചമ്മന്തി ഉണ്ട്, എടുക്കട്ടെ. വരുന്നില്ലേ മനുഷ്യ? വരാം. ഒരു പെണ്ണ് വന്ന് കയറി അതിന് മുമ്പ് തുടങ്ങി അടിപൊളി. എന്റെ മനസ്സിൽ ഹിന്ദിക്കാരി ഒരു ബംഗാളി ആയിരുന്നടാ. ഇത്രയും ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ലായിരുന്നോ? മേരി സംസാരി മേരി കംസോറി ബി. ഇനിയുള്ള കാര്യം ഹായ് आपका ये बहुत डरपोक है, अपने बाप से बहुत डरता है. आप रेसलर हो क्या? हाँ, पर आपको कैसे पता चला? इसके लिए शर्लक होम्स सोडा होना पड़ेगा. बहुत मजाकी हैं. हे सुनो, घर के पास एक गुस्ती का कलरी है. हाँ, अखाड़ा. हाँ अखाड़ा. आइए मैं आपको दिखाता हूँ. या? ओके. कम. അതിഥിയായി നമ്മുടെ അച്ഛൻ്റെ കറിയല്ലേ? पसंद आया? हाँ. I'll show you more. Okay. Please. ഇനി അവൾ ഫ്രണ്ട് ആണേലും ഗേൾ ഫ്രണ്ട് ആണേലും കയ്യിൽ നിന്ന് പോയില്ലേ ദാസ. ബാലന് ഹിന്ദി അറിയാം, ഇനി ആദ്യം പിടിച്ച് അവൻ കയറും. अतो भाई बड़ा 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 इंग्लिश के किलिंग पंजाब में बड़ा को क्या बोलता है? ये ट्राई कर. अच्छा लगेगा. आप देखते रहिए, मैं अभी आया. എന്താടാ ബാലേട്ടാ എന്താ ഉദ്ദേശം? ഒരുമാതിരി ചക്കക്കൂട്ടാൻ്റെ അടുത്ത് ഈച്ച പോയി നിൽക്കുന്ന പോലെ. എന്റെ ഇരട്ട പേര് വിളിച്ചോണ്ടല്ലോ, ഈച്ച ബാലൻ ഈച്ച ബാലൻ ഈച്ച ബാലൻ കേട്ട് മടുത്തു. ബാലേട്ടാ അതിഥി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയേ അല്ല. അയ്യോ നീ വിചാരിച്ച പോലെ ആയിരിക്കില്ല, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ. അതല്ല ഏതല്ല അവൾക്ക് ഈ വായനോട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്കും ഇഷ്ടല്ല. അതിന് നിന്നോടാരാ പറഞ്ഞ ഞാൻ അവളെ വായി നോക്കുവാന്ന്. ഏതായി കമ്മ്യൂണിസ്റ്റ് ഈ ക്യൂടെക്സ് വേണോ? അങ്ങനെയല്ല, പക്ഷെ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാ ചിലപ്പോൾ അവൾ പ്രതികരിക്കും. ബാലേട്ടന് ചിലപ്പോൾ അത് ഭയങ്കര വിഷമാവും. പ്രതികരിക്കണം. പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം. सॉरी बोल. सॉरी बोल. साले सॉरी बोल. सॉरी बोल. സോറി ബോൾ. ആശാനെ ഇവള് പറഞ്ഞിട്ടാ നമ്മടുത്ത് വന്നിട്ടാ. സോറി ബോൾ. ആശാനെ എന്റെ കൈ ധരിക്കണുണ്ടാ. സോറി ബോൾ. നീ എന്തൊരു പെടക്കലടി പെടക്കണത്? ഞാൻ കാല് പിടിക്കാണോ ദേവിയെ? ആശാനെ
നീ ഏതാടാ എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കളി? നിന്റെ നാടോ അച്ഛനെ കൈതരിക്കല്ലേ കൊടുക്കട്ടെ. തീർന്നടാ, നീയൊക്കെ തീർന്നടാ. തീർന്നോ? ഇവൻ എന്നെ കൊച്ചിന്റെ വണ്ടി എടുക്കുന്നു. ഇവൻ എന്നെ കാണി. എന്താ ഇനിയും വേണോ? എന്റെ രണ്ടാനമ്മേ പൊന്നുമക്കളെ നേടി ടാപ്പ് 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 ദാസാ ശരി ചോറിനിട്ട് വരാം. എന്തൊരടിയാണ് അവൾ അടിച്ചത്. സാക്ഷാൽ അന്ധകരണം പറിച്ചുപോയി. ഇത് സംഭവം കരാട്ടയാ. അവരുടെ മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് സംഗതി പിടികിട്ടി. സംഭവം കുങ്ഫുവാ. ആണോ? എന്നാലേ ഇത് ഗുംഫും കരാട്ടി ഒന്നുമല്ല, ഇത് ഗുസ്തിയാ. സാക്ഷാൽ ഗാട്ടാ ഗുസ്തി. ഗുസ്തിയാ? ആ പെണ്ണുങ്ങളാ ഗുസ്തി പിടിച്ചാൽ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. വത്സേട്ടൻ രാത്രി കള്ളും കുടിച്ചു വന്നാ എന്നും അടിയാ. നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ ആ ക്യാപ്റ്റന്റെ അക്കരെ പോയിട്ട് കുറച്ച് അടിയും തടയൊക്കെ പഠിക്കാൻ. എന്റെ വിജയേട്ടാ അവൾ ഇവിടെ അടുത്താണ് പഠിക്കാൻ വന്നൊന്നല്ല. വീട്ടിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. എടാ പഞ്ചാബിൽ നിന്ന് കേരളത്തിലോട്ട് മാത്രം വഴിയുള്ളൂ. ഇവിടെ ഉള്ള ഫയൽവാന്മാർ കാരണം മുണ്ടഴിച്ചു വെച്ചിരിക്കുക. ഇനി പഞ്ചാബി ഫയൽവാനി കൂടി വന്നിട്ട് വേണം ഷട്ടി കൂടി വരാൻ. വിജയേട്ടാ വിജയേട്ട ഒരു 4-5 ദിവസം, അത് കഴിഞ്ഞ് അവളവിടെ 4-5 ദിവസവും? നീ ഒരൊറ്റ ദിവസം പോലും അവളെ ഇവിടെ നിർത്തരുത് എന്നല്ലേ കള്ളങ്ങൾ അവള് പറഞ്ഞത്. അവളാണോ കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞ. അവളെ അങ്ങനെ നീ പറയുന്ന പോലെ പെട്ടെന്ന് തിരിച്ചേക്കാനൊന്നും പറ്റത്തില്ല. എന്താ ഇങ്ങോട്ട് വന്ന ട്രെയിൻ അങ്ങോട്ട് പോകത്തില്ല? എടി തിരിച്ചു എന്നാൽ അവളുടെ ബന്ധുക്കൾ അവളെ ഉപദ്രവിക്കും. നിനക്ക് ഈ ഉത്തരേന്ത്യക്കാരുടെ സ്വഭാവം അറിയാത്തോണ്ടാ. അഭിമാനത്തിന്റെ പേര് കൊല്ലാൻ പോലും മടിക്കാത്ത. കല്യാണത്തിന് നിന്ന് ബന്ധുക്കളുടെ മുഖത്ത് കരിവാരി തേച്ചവളെ പിന്നെ എന്തോ ഉമ്മ വെക്കണോ? തുമ്മലിന് മരുന്ന് വാങ്ങണം. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്ത് പറയും? എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ രാവിലെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ട ചേരോട് മിണ്ടിയാച്ചാ മതി. മനസ്സിലായോ? എന്ത് കഴിച്ചാണോ കയറിപ്പിടി. പറഞ്ഞു വിടല്ലേ. എന്തായി തീരുമാനം? ഓള് നിക്കോ അതോ പോകോ? ഇപ്പൊ അറിയാം. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും പോകുന്നേരെ. അതെന്താ? പെണ്ണ് പോണണ്ടില്ലേ സ്ലോ മോഷനിലേ? Kolhapur tournament will be our first priority. It's one of the major tournaments in the country. From now on, you will focus on basics and strengthening exercises. പിന്നെ രമേശും ഉണ്ടാവും സഹായത്തിന് അക്കാറിൽ.